ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിരുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ കമ്പനി അക്കൗണ്ട്സ് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നും അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കോൾസ് ഇൻ അരിയേഴ്സ്, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് കോൾസ് ഇൻ അരിയേഴ്സ്, കോൾസ് ഇൻ അഡ്വാൻസ്, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് കോൾസ് ഇൻ അഡ്വാൻസ്. അതായത് എന്താണ് കോൾസ് ഇൻ അരിയേഴ്സ്, അതേപോലെ തന്നെ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകൾ, കോൾസ് ഇൻ അഡ്വാൻസ് എന്താണ്, അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകൾ. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലാദ്യമായിക്കൊണ്ട് നമുക്ക് എന്താണ് കോൾസ് ഇൻ അരിയേഴ്സ് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കോൾസ് ഇൻ അരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി അതിൻ്റെ അലോട്ട്മെൻറ്റ് മണിയോ അല്ലെങ്കിൽ ഫസ്റ്റ് കോൾ ഓർ സെക്കൻഡ് കോൾ ഏതെങ്കിലും ഒരു കോളോ വിളിക്കുകയും ആ വിളിക്കുന്ന സമയത്ത് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആ ഒരു എമൗണ്ട് അടക്കാൻ അതിൽ ഫെയിലാവുകയും ചെയ്യുകയാണെങ്കിൽ കമ്പനിക്ക് ആ ഒരു എമൗണ്ട് കിട്ടാതെ വരും. ആ കിട്ടാതെ വരുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് കോൾസ് ഇൻ അരിയർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാം, കോൾസ് ഇൻ arrears is the call amount due by the shareholder of the company as on any date after due date. Some shareholders may fail to pay the allotment money and or call money. The amount remaining unpaid on allotment or on call is called calls in arrears. അതായത് ഒരു കമ്പനി അതിൻ്റെ അലോട്ട്മെൻറ്റ് മണിയോ അല്ലെങ്കിൽ കോൾ മണിയോ വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് അവർ അലോട്ട്മെൻറ്റ് മണിയോ അല്ലെങ്കിൽ കോൾ മണിയോ അടക്കാൻ അവർക്ക് ഡ്യൂ ആവും. പക്ഷേ ചില ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യില്ല, ഈ എമൗണ്ട് അടക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ അവർ അടക്കാതിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ കമ്പനിക്ക് ആ ഒരു എമൗണ്ട്, കമ്പനി വിളിച്ച അത്രയും എമൗണ്ട് കമ്പനിയിലേക്ക് കിട്ടില്ല. അപ്പോൾ ആ ഒരു കിട്ടാത്ത സാഹചര്യം വരുമ്പോൾ കമ്പനി വിളിച്ച എമൗണ്ടും കമ്പനിക്ക് കിട്ടിയ എമൗണ്ടും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാകും. അല്ലെങ്കിൽ കോൾഡ് അപ്പ് ക്യാപിറ്റലും പെയ്ഡ് അപ്പ് ക്യാപിറ്റലും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഈ ഡിഫറൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയാം. ഒരു കമ്പനിക്ക് 10,000 ഷെയർ ആണുള്ളത്. ആ കമ്പനി 10,000 ഷെയറിന് ഫസ്റ്റ് കോളായിക്കൊണ്ട് 3 രൂപ വിളിച്ചു. ഫസ്റ്റ് കോളായിക്കൊണ്ട് 3 രൂപ വിളിച്ച സമയത്ത് 10,000 ഷെയറിന് 3 രൂപ വിളിച്ചു കഴിഞ്ഞാൽ 30,000 രൂപയാണ് ഫസ്റ്റ് കോളായിക്കൊണ്ട് കമ്പനിയിലേക്ക് കിട്ടേണ്ടത്. പക്ഷേ 10,000 ഷെയർ ഹോൾഡേഴ്സിൽ 9,000 ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ ഫസ്റ്റ് കോൾ അടക്കാൻ പറ്റിയിട്ടുള്ളൂ. അല്ലെങ്കിൽ 9,000 ഷെയർ ഹോൾഡേഴ്സ് മാത്രമേ ഫസ്റ്റ് കോൾ അടച്ചിട്ടുള്ളൂ. ബാക്കി 1000 ഷെയർ ഹോൾഡേഴ്സ് അടച്ചിട്ടില്ല. അപ്പോൾ കമ്പനി കോൾ ചെയ്ത്, അല്ലെങ്കിൽ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 10,000 × 3 30,000 രൂപയാണ് കമ്പനി കോൾ ചെയ്തത്. പക്ഷേ കമ്പനിക്ക് കിട്ടിയത് 9,000 ഷെയർ × 3 ആയിരിക്കും. 3 രൂപ ആണ് ഫസ്റ്റ് കോളായിട്ട് വിളിച്ചത്. അപ്പോൾ 27,000 രൂപ മാത്രമേ കമ്പനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ കമ്പനി വിളിച്ച 30,000-വും അതേപോലെ തന്നെ കമ്പനിക്ക് കിട്ടിയ 27,000-വും അത് തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. ഒരു 3,000 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. അതായത് 1000 ഷെയർ ഹോൾഡേഴ്സ് 3 രൂപ വെച്ചിട്ട് അടച്ചിട്ടില്ല. 3,000 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് എമൗണ്ട് ഓഫ് കോൾസ് ഇൻ അരിയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എമൗണ്ട് ഓഫ് കോൾസ് ഇൻ അരിയേഴ്സ് ഇസ് ഈക്വൽ ടു കോൾഡ് അപ്പ് ക്യാപിറ്റൽ മൈനസ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഓക്കെ, അതായത് കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനി വിളിച്ച എമൗണ്ടിൽ കമ്പനിക്ക് എത്രയാണോ കിട്ടിയിട്ടുള്ളത്, വിളിച്ച എമൗണ്ടും കമ്പനിക്ക് കിട്ടിയ എമൗണ്ടും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുക. ഇനി കമ്പനി വിളിച്ച മുഴുവൻ എമൗണ്ടും കമ്പനിക്ക് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ കോൾസ് ഇൻ അരിയേഴ്സ് 0 ആയിരിക്കും. അതായത് കോൾസ് ഇൻ അരിയേഴ്സ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഓക്കെ, അതായത് കമ്പനി നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 10,000 ഷെയറിന് 3 രൂപ വെച്ചിട്ട് ഫസ്റ്റ് കോൾ ആണെങ്കിൽ 30,000 രൂപയാണ് കമ്പനി വിളിച്ചിട്ടുള്ളത്. കമ്പനിക്ക് 10,000 ഷെയറിന് 3 രൂപ വെച്ചിട്ട് എല്ലാ ഷെയർ ഹോൾഡേഴ്സും ഫസ്റ്റ് കോൾ പേ ചെയ്യുകയാണെങ്കിൽ 30,000 രൂപ തന്നെ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ കോൾഡ് അപ്പ് ക്യാപിറ്റൽ 30,000-ആണ്, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 30,000-ആണ്. അപ്പോൾ അവിടെ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൾസ് ഇൻ അരിയേഴ്സ് വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെയൊക്കെ അത് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നടത്താം എന്നുള്ളതാണ്. ഇവിടെ 2 രീതിയിലാണ് നമ്മൾ കോൾസ് ഇൻ അരിയേഴ്സിനെ നമ്മൾ ട്രീറ്റ് ചെയ്യാറുള്ളത്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഓപ്പണിംഗ് കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാതെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്.
നമ്മൾ ഇവിടെ രണ്ട് മെത്തേഡ് മാത്രമേ പഠിക്കുന്നുള്ളൂ. ഒന്ന് കോൾ സിനാരിയോ അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് ഒന്ന് ഓപ്പൺ ചെയ്യാതെയും യൂണിവേഴ്സിറ്റി നമ്മളോട് പറയുന്നുണ്ട്, സിലബസിൽ തന്നെ പറയുന്നുണ്ട്, നമ്മൾ ഈ ഫസ്റ്റ് മെത്തേഡ് പ്രകാരം ചെയ്താൽ മതി എന്നുള്ളത് പറയുന്നുണ്ട്. കോൾ സിനാരിയോസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാതെയുള്ള മെത്തേഡാണ് നമ്മൾ പ്രോബ്ലമായിട്ട് ചെയ്യേണ്ടത്. കോൾ സിനാരിയോ അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ടുള്ളത് പ്രോബ്ലമായിട്ട് ചെയ്യേണ്ട എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ സിലബസിൽ നമുക്ക് അങ്ങനെ കാണാം. അപ്പോൾ നമ്മൾ പക്ഷേ ഇവിടെ രണ്ട് മെത്തേഡ്സുകൾ നമ്മൾ പഠിക്കണം. വിത്തൗട്ട് ഓപ്പണിംഗ് കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട്, ഈ ഒരു മെത്തേഡ് പ്രകാരം ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ കോൾസ് ഇൻ അരിയറിന് ഒരു അക്കൗണ്ട്, സെപ്പറേറ്റഡ് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നില്ല. പകരം നമ്മളിവിടെ ചെയ്യുന്നത് സാധാ രീതിയിൽ നമ്മൾ എൻട്രി ചെയ്യുന്ന പോലെ തന്നെ, ഇപ്പോൾ അലോട്ട്മെൻറ്റ് മണിയാണ് നമ്മൾ കോൾസ് ഇൻ അരിയർ വരുന്നെങ്കിൽ ആദ്യം അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആവുന്ന സമയമായിരിക്കും. ഡ്യൂ ആവുന്ന സമയം എന്ന് പറഞ്ഞാൽ കമ്പനി വിളിക്കുന്ന സമയമാണ്. അലോട്ട്മെൻറ്റ് മണി കമ്പനി വിളിക്കുന്ന സമയത്ത്, ഡ്യൂ ആവുന്ന സമയത്ത് നമ്മൾ സാധാ കാണിക്കുന്ന എൻട്രി തന്നെ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഡ്യൂ ആവുന്ന എൻട്രി കാണിക്കും. ഇപ്പോൾ 10,000 ഷെയറിനാണ് അവിടെ അലോട്ട്മെൻറ്റ് മണി ഒരു 4 രൂപ വെച്ചിട്ടാണ് വിളിക്കുന്നതെന്ന് കരുതാം. അപ്പോൾ നമുക്ക് 10,000 × 4 40,000 എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ എമൗണ്ട് ആയിട്ടും കാണിക്കാം. പിന്നെ ഈ എമൗണ്ട് കിട്ടുന്ന സമയത്ത് 10,000 ഷെയർ ഒരു 8,000 ഷെയർ മാത്രമേ അലോട്ട്മെൻറ്റ് മണി അടച്ചിട്ടുള്ളൂ എന്ന് കരുതാം. അപ്പോൾ നമുക്കവിടെ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് മണി കിട്ടുന്ന എൻട്രി ആയിരിക്കും ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ അലോട്ട്മെൻ്റ് ആണ്. അപ്പോൾ അവിടെ എമൗണ്ട് വരിക 10,000 × 4 അല്ല നമ്മളവിടെ ചെയ്യേണ്ടത്. നമുക്ക് കിട്ടിയിട്ടുള്ള 8,000 ഷെയറിൻ്റെ മുകളിൽ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ 8,000 × 4 എത്ര ഉണ്ടായിരിക്കും, 32,000 രൂപയായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. 40,000 കിട്ടേണ്ടത് 32,000 രൂപയായിരിക്കും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ 32,000 നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ എമൗണ്ട് ആയിട്ട് കാണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഡിഫറൻസ് കാണാം. 40,000-ഉം 32,000 തമ്മിൽ നമ്മൾ അക്കൗണ്ടിലേക്ക് മാറ്റുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ അക്കൗണ്ട് ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു അലോട്ട്മെൻറ്റിൻ്റെ അക്കൗണ്ടിൽ ഒരു സൈഡിൽ നമുക്ക് 40,000 പോസ്റ്റ് ചെയ്യേണ്ടി വരും, മറ്റൊരു സൈഡിൽ നമുക്ക് 32,000 പോസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 8,000 രൂപയുടെ ഡിഫറൻസ് കാണാം. ഈ ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ കോൾസ് ഇൻ അരിയറായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ഇനി കിട്ടാനുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്, ട്രീറ്റ് ചെയ്യുകയാണ്. ഇവിടെ സെപ്പറേറ്റ് എന്ത് ചെയ്യുന്നില്ല, കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നില്ല. ഇനി കമ്പനിക്ക് ഈ കോൾസ് ഇൻ അരിയർ വന്നിട്ടുള്ള എമൗണ്ട് ഇപ്പോൾ ഒരു 8,000 രൂപ കിട്ടാനുണ്ടല്ലോ, ആ 8,000 രൂപ കിട്ടാനുള്ള കമ്പനിക്ക് ഭാവിയിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ സെയിം എൻട്രി തന്നെ, നമുക്ക് അലോട്ട്മെൻറ്റ് മണി കിട്ടുന്ന സമയത്തുള്ള സെയിം എൻട്രി തന്നെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ 8,000 രൂപ നമ്മൾ പോസ്റ്റ് ചെയ്യും. ഈ സെയിം അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് വരും. നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ വെച്ച്, സപ്പോസ് ഫസ്റ്റ് കോൾ മണി ഡ്യൂ ഓൺ 20,000 ഷെയർസ് അറ്റ് ₹4 per share. If first call money is received on 18,000 shares, there will be a debit balance in the first call account, ₹8,000 in the first call account. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആയിട്ടുള്ള 20,000 ഷെയറിന് ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആയിട്ടുള്ള 4 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ എത്ര ഉണ്ടായിരിക്കും, 80,000 രൂപ ഡ്യൂ ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, 80,000 രൂപ ഡ്യൂ ആയിട്ടുണ്ട്. 20,000 × 4 എന്ന് പറയുന്നത് 80,000 രൂപ ഉണ്ടായിരിക്കും ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആയത്. അതായത് അപ്പോൾ നമ്മൾ എൻട്രി കാണിക്കും, ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് 80,000 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഫസ്റ്റ് എൻട്രി ആയിക്കൊണ്ട് കാണിക്കും. രണ്ടാമത്തെ എൻട്രി ആയിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ എമൗണ്ട് കിട്ടുന്ന സമയത്താണ്. പക്ഷേ ഇവിടെ എമൗണ്ട് 20,000 ഷെയർസിന് കിട്ടുന്നില്ല. നമുക്ക് ക്വസ്റ്റ്യനിൽ കാണാം 18,000 ഷെയർസിന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അവിടെ നമുക്ക് ഫസ്റ്റ് കോൾ മണി കിട്ടുന്നുള്ളൂ. അപ്പോൾ നമുക്കവിടെ ഫസ്റ്റ് കോൾ മണി കിട്ടുക 18,000 × 4 ആയിരിക്കും നമുക്ക് കിട്ടുക. 18,000 × 4 എന്ന് പറഞ്ഞാൽ 72,000 രൂപയായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, അവിടെ ഫസ്റ്റ് കോൾ ആയിക്കൊണ്ട് കിട്ടുക. അപ്പോൾ നമുക്ക് എമൗണ്ട് അടുത്ത എൻട്രി ചെയ്തുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കാണിക്കുമ്പോൾ അവിടെ നമുക്ക് 80,000 കാണിക്കാനുണ്ടാവില്ല. പകരം നമുക്ക് 18,000 ഷെയറിന് കിട്ടിയത് കൊണ്ട് 72,000 രൂപ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് വരും. 80,000 കമ്പനി വിളിച്ചത്, 72,000 മാത്രമേ കമ്പനിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അവിടെ ആ ഒരു സിറ്റുവേഷൻ വരുന്നത് നമുക്ക് കോൾസ് ഇൻ അരിയറാണ്. ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് കോൾസ് ഇൻ അരിയറാണ്. ഇതെങ്ങനെ അക്കൗണ്ട് ചെയ്യാം എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. നമുക്കിവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള സെയിം എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. 20,000 ഷെയർ 4 രൂപ ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആവുന്ന സമയത്തുള്ള എൻട്രിയാണ് നമ്മളവിടെ ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത്. ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 80,000 എന്ന് കാണിച്ചു. ബീയിങ് ഷെയർ ഫസ്റ്റ് കോൾ ഡ്യൂ 20,000 ഷെയർസ് അറ്റ് ₹4. ഓക്കെ,
രണ്ടാമത്തെ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്. അതായത് ഫസ്റ്റ് കോൾ മണി കിട്ടിയതാണ്. 72,000 മാത്രമാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, 72,000 ആണ് നമുക്കവിടെ കിട്ടിയിട്ടുള്ളത്. അതായത് 18,000 ഷെയറിൻ്റെ മുകളിൽ 4 രൂപ വെച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ ഒരു 2 എൻട്രികൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് കോൾ അക്കൗണ്ട് അതിൻ്റെ താഴെ വരച്ചിട്ടുണ്ട്. ഫസ്റ്റ് കോൾ അക്കൗണ്ടിൽ ഫസ്റ്റ് എൻട്രി നമ്മൾ പോസ്റ്റ് ചെയ്യാണ്, ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്. അതിൽ ടു ഷെയർ ക്യാപിറ്റൽ നമ്മൾ പോസ്റ്റ് ചെയ്യാണ്. അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമുക്ക് കാണാം ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് 80,000 രൂപ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ എൻട്രി നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ടു ഷെയർ ഫസ്റ്റ് കോൾ അതിൻ്റെ ബൈ ആയിട്ടാണ് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത്. ബാങ്കിനെ ബൈ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 72,000 അവിടെ പോസ്റ്റ് ചെയ്തു. അപ്പോൾ 2 സൈഡ് നോക്കുക, ഒരു സൈഡിൽ 80,000 വരുന്നുണ്ട്, മറ്റേ സൈഡിൽ 72,000 വരുന്നുണ്ട്. അവിടെ ഒരു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒരു 8,000 രൂപയേക്കാണ്. അത് തമ്മിൽ ഡിഫറൻസ് ആണ്. ഇവിടെ ഏത് സൈഡാണ് കൂടുതൽ വരുന്നത്? ഡെബിറ്റ് സൈഡിലാണ് 80,000 കൂടുതൽ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ഡെബിറ്റ് ബാലൻസ് ഉണ്ട് എന്ന് കാണാം. ഓക്കെ, ഏത് സൈഡാണോ കൂടുതൽ വരുന്നത് ആ ഒരു സൈഡിൻ്റെ ബാലൻസ് എന്നാണ് നമ്മൾ പറയുക. ഇവിടെ ഡെബിറ്റ് സൈഡിലാണ് എമൗണ്ട് കൂടുതൽ വരുന്നത്. അപ്പോൾ ഇതൊരു ഡെബിറ്റ് ബാലൻസ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഡെബിറ്റ് ബാലൻസ് 8,000 രൂപയാണ് വരുന്നത്. ഈ 8,000 രൂപയാണ് നമുക്ക് ഇനി കോൾസ് ഇൻ അരിയേഴ്സ് ആയിട്ട് കിട്ടാനുള്ളത് എന്ന് കാണാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇനി ഇത് ഭാവിയിൽ നമുക്ക് ഈ 8,000 രൂപ കിട്ടുകയാണെങ്കിൽ അതിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്. അതാണ് നെക്സ്റ്റ് സ്ലൈഡിൽ വരുന്നത്. ഇഫ് കോൾസ് ഇൻ അരിയർ റിസീവ്ഡ് ലേറ്റർ, ഈ കോൾസ് ഇൻ അരിയർ എന്ത് ചെയ്യാണ്, നമുക്ക് ഭാവിയിൽ റിസീവ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ സെയിം എൻട്രി തന്നെ നമുക്ക് ഫസ്റ്റ് കോൾ അക്കൗണ്ടിലേക്ക് എമൗണ്ട് കിട്ടുന്നതായിട്ട് തന്നെയാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ആ 8,000 രൂപ കിട്ടുന്നതായിട്ട് കാണിച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ടിൻ്റെ ബാക്കിയായിട്ട് തന്നെയാണ് വരച്ചിട്ടുള്ളത്. ഇവിടെ താഴെ നമുക്ക് അതിൻ്റെ അക്കൗണ്ട് കാണാം. നമ്മൾ എന്ത് ചെയ്തു, മുകളിലത്തെ അക്കൗണ്ടിൽ നിന്ന് ആ ബാലൻസ് ക്യാരി ഡൗൺ 8,000 താഴേക്ക് എടുത്ത് എഴുതി. അപ്പോൾ ആ ബാലൻസ് ക്യാരി ഡൗൺ താഴേക്ക് എടുത്ത് എഴുതുമ്പോൾ ബാലൻസ് ബ്രോ ഡൗൺ ആവും. അപ്പോൾ അവിടെ ക്രെഡിറ്റ് സൈഡിൽ ഉണ്ടായിരുന്ന ആ ക്യാരി ഡൗൺ നമ്മൾ എടുത്ത് എഴുതുമ്പോൾ നമുക്ക് എടുത്ത് എഴുതേണ്ടത് നമ്മൾ ഏത് സൈഡിലേക്കാണ്, അതിൻ്റെ ഡെബിറ്റ് സൈഡിലേക്കാണ്. ഡെബിറ്റ് സൈഡിലേക്ക് ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ആ 8,000 രൂപ കാണിച്ചു. അതിൽ ഇനി നെക്സ്റ്റ് നമുക്ക് ഇപ്പോൾ വന്നിട്ടുള്ള ആ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ. അപ്പോൾ ബാങ്കിനെ നമ്മൾ ഏത് സൈഡിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്, ക്രെഡിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ക്രെഡിറ്റ് സൈഡിൽ 8,000 രൂപ പോസ്റ്റ് ചെയ്തു. അപ്പോൾ 2 സൈഡും ഈക്വലായി വന്നു. 2 സൈഡിലും 8,000 എന്ന് ഈക്വലായിട്ട് വന്നു. നമ്മൾ എന്ത് ചെയ്തു, ആ അക്കൗണ്ട് ക്ലോസ് ആയി പോയി. അപ്പോൾ അവിടെ ഇനി എന്തില്ല, നമുക്ക് ഇനി എമൗണ്ട് കിട്ടാനില്ല എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ടിൽ വരുന്നത്. അതിലിനി കോൾസ് ഇൻ അരിയർ അക്കൗണ്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ടാമത്തെ മെത്തേഡ് പ്രകാരമാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു കോൾസ് ഇൻ അരിയറിന് സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് മണി ഓർ കോൾ മണി. ഇവിടെ അലോട്ട്മെൻറ്റ് മണിയോ കോൾ മണിയോ അടക്കാതിരിക്കുന്ന സമയത്ത് നമുക്ക് എമൗണ്ട് കിട്ടുന്ന സമയത്ത് നമ്മൾ എൻട്രി കാണിക്കേണ്ടത് കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ടു ഷെയർ കോൾ അക്കൗണ്ട് എന്നുള്ളതാണ്. അതായത് ആ എൻട്രിയുടെ ഇത് വരുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ പ്രകാരമാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമുക്കിപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 20,000 ഷെയറിന് 4 രൂപ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ നമുക്ക് ഫസ്റ്റ് കോളായിട്ട് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോൾ വിളിച്ചുള്ള സമയത്ത് നമ്മൾ ഡ്യൂ ആവുന്ന എൻട്രി സെയിം തന്നെയാണ്. ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് 80,000 നമ്മൾ നേരത്തെ കാണിച്ച സെയിം എൻട്രി തന്നെ കാണിക്കുക. ഇനി കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നതെങ്കിൽ രണ്ടാമത്തെ എൻട്രിയിൽ മാറ്റം ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ അവിടെ ചെയ്തിരുന്ന ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ എന്ന് പറഞ്ഞുകൊണ്ട് എത്രയാണ് കിട്ടിയിട്ടുള്ള ആ എമൗണ്ട് 72,000 കിട്ടിയിട്ടുള്ള ആ 72,000 മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പക്ഷേ ഇങ്ങനെ ആണ് നമ്മൾ കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് കീപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എൻട്രി പോസ്റ്റ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് എൻട്രി ചെയ്തേണ്ടത്. ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല, നിങ്ങൾ വേണമെങ്കിൽ നോട്ടിൽ ജസ്റ്റ് എഴുതി വെച്ചോളൂ എങ്ങനെയാണ് എൻട്രി വരിക എന്നുള്ളത്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് വരിക. ഒന്നും കൂടി പറയാം, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ. എന്നിട്ട് ബാങ്ക് അക്കൗണ്ട് എന്നുള്ളടത്ത് ബാങ്കിലേക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് 18,000 ഷെയറിനായിരുന്നു അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. 18,000 ഷെയർ 4 രൂപ വെച്ചിട്ട് 72,000 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മളവിടെ കാണിക്കും. പിന്നെ കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഡെപ്റ്റർ എന്നുള്ളതിൻ്റെ നേരെ നമുക്ക് ഇനി കിട്ടാനുള്ള എമൗണ്ട് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. 18,000 ഷെയറിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി കിട്ടാനുള്ള 2,000 ഷെയർ ഇൻറ്റു 4ആണ്. 2,000 ഷെയറിനാണ് കിട്ടുക. 20,000 ഷെയറിൽ 18,000 കിട്ടി. ഇനി 2,000 ഷെയറിനാണ് കിട്ടാനുള്ളത്. അപ്പോൾ ആ കിട്ടാനുള്ള 2,000 ഷെയറിന് ഇൻറ്റു 4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഉണ്ടാവും, 8,000 രൂപ ഉണ്ടാവും. അത് നമ്മൾ കോൾസ് ഇൻ അരിയർ അക്കൗണ്ടിൻ്റെ നേരെ കാണിക്കുക.
ടു ഷെയർ ഫസ്റ്റ് കോൾ എന്ന് പറഞ്ഞുകൊണ്ട് 80,000 രൂപ തന്നെ കാണിക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു എൻട്രി കംപ്ലീറ്റ് ആയി. അതിൻ്റെ ഒന്നും കൂടി എൻട്രി പറയാം. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് 72,000, കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 8,000 രൂപ ഇനി കിട്ടാനുള്ള എമൗണ്ട് ടു ഷെയർ ഫസ്റ്റ് കോൾ എന്ന് പറഞ്ഞുകൊണ്ട് 80,000 രൂപ. ഓക്കെ, 72,000 8,000 ഡെബിറ്റ് സൈഡിൽ വരും, 80,000 എന്നത് ക്രെഡിറ്റ് സൈഡിൽ വരും. ഓക്കെ, ആ എമൗണ്ട് ക്ലോസ് ആയിപ്പോയി. ഓക്കെ, ഇവിടെ ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇനി പിന്നെ ഭാവിയിൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ എൻട്രി പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ശേഷം ഈ കോൾസ് ഇൻ അരിയറിൻ്റെ എമൗണ്ട് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഫസ്റ്റ് കോളിലേക്കല്ല ഇനി ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതേണ്ടത്. ഇവിടെ പകരം എഴുതേണ്ടത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതേണ്ടത്. ഓക്കെ, ഇതിൻ്റെ പ്രോബ്ലം ഞാൻ ചെയ്ത് കാണിക്കാത്തത്, നമ്മളോട് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് മെത്തേഡ് ഫോളോ ചെയ്താൽ മതി എന്നുള്ളൊരു നിർദ്ദേശം യൂണിവേഴ്സിറ്റി ആ ഒരു സിലബസിൽ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ രണ്ടാമത്തെ മെത്തേഡിൻ്റെ പ്രോബ്ലം എഴുതാത്തത്. പക്ഷേ ഇത് തിയറി ആയിട്ട് ചോദിക്കാം, തിയറി ആയിട്ട് ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ എൻട്രി കാര്യങ്ങളൊക്കെ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി കോൾസ് ഇൻ അരിയേഴ്സ് ലേറ്റർ ആയിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ എൻട്രി കാണിക്കേണ്ട ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു 8,000 രൂപയുടെ ഒരു കോൾസ് ഇൻ അരിയർ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ആ കോൾസ് ഇൻ അരിയർക്ക് വീണ്ടും ഈ 8,000 കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ കോൾസ് ഇൻ അരിയർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും വരും, ആ അക്കൗണ്ട് ക്യാൻസലായിട്ട് പോകും. ഓക്കെ, ഇതാണ് കോൾസ് ഇൻ അരിയേഴ്സിൽ 2 മെത്തേഡ്സ് വരുന്നത്. ഇതിലിനി പറയാനുള്ളത് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ഏതെങ്കിലും ഒരു ഷെയർ ഹോൾഡർ കോൾസ് ഇൻ അരിയർ വരുത്തുകയും കുറച്ച് കാലത്തിന് ശേഷം ആ കോൾസ് ഇൻ അരിയർ പേയ്മെൻറ്റ് നടത്തുകയും ചെയ്യുകയാണെങ്കിൽ ആ പേയ്മെൻറ്റ് നടത്താതിരിക്കുന്ന ആ ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാനുള്ള അധികാരം കമ്പനിയുടെ ഡയറക്ടേഴ്സിനുണ്ട്. അതായത് നമ്മൾ ഒന്നുകൂടി പറയാം, കോൾസ് ഇൻ അരിയർ വരുത്താണ് ഏതെങ്കിലും ഒരു ഷെയർ ഹോൾഡർ. ഇപ്പോൾ ഈ ഒരു ജനുവരി 31 ഫസ്റ്റ് കോൾ അടക്കണം എന്ന ഒരു എല്ലാ ഷെയർ ഹോൾഡേഴ്സിനോട് പറയും. അപ്പോൾ അങ്ങനെ എല്ലാ ഷെയർ ഹോൾഡേഴ്സും ജനുവരി 31 അടച്ചു. പക്ഷേ ഒരു 100 ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്തില്ല, അവർ ആ ഒരു ഡേറ്റിന് അടക്കാൻ പറ്റിയില്ല. അവർ ഫെബ്രുവരി 28 അവരെന്ത് ചെയ്യുന്നത്, ഈ എമൗണ്ട് അടക്കുന്നത്. അപ്പോൾ അവർ ഒരു മാസത്തെ കാലാവധി വന്നല്ലോ, അല്ലെങ്കിൽ ഒരു മാസത്തെ കാലതാമസം വന്നു. ആ ഒരു കാലതാമസത്തിന് എന്ത് ചെയ്യുക, കമ്പനിക്ക് വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് നേരിട്ട് പോയിട്ട് അങ്ങനെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റില്ല. ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കമ്പനിയുടെ ഒരു ഡോക്യുമെൻ്റാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ആ ആർട്ടിക്കിൾസിൽ കൃത്യമായി കൊണ്ട് പറയണം ഇത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാം എന്നുള്ളത്. ഒന്നുകിൽ അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കമ്പനീസ് ആക്ടിൻ്റെ 2013 കമ്പനീസ് ആക്ട് പ്രകാരം അതിലൊരു ടാബിൾ എഫ് ഉണ്ട്. ആ ടാബിൾ എഫിൽ കൃത്യമായി കൊണ്ട് പറയുന്നുണ്ട് ആർട്ടിക്കിൾസ് ആ ഒരു കാര്യത്തെക്കുറിച്ച് സൈലൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണ് ചാർജ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് സൈലൻ്റ് ആണെങ്കിൽ, ഒന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം, 10% കൂടുതലല്ലാത്ത ഒരു പെർസെൻറ്റേജ് ചാർജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതായത് അത് പറയുന്നത് മാക്സിമം 10% മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കമ്പനിക്ക് അതിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നോട്ട് എക്സീഡിങ് 10% പെർ ആനം എന്ന് പറയുന്നത്. ഒരു വർഷത്തിൽ 10% എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, കമ്പനിക്ക് ചാർജ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഷെയർ ഹോൾഡർ കോൾസ് ഇൻ അരിയർ വരുത്തുകയും ഭാവിയിൽ അയാൾ ആ ഒരു എമൗണ്ട് അടക്കുമ്പോൾ ആ അടക്കുന്നതിലൂടെ എത്ര കാലമാണോ അയാൾ അടക്കാതിരുന്ന കാലഘട്ടത്തിന് കമ്പനിക്ക് എന്ത് ചെയ്യാം, ഒരു എമൗണ്ട് ചാർജ് ചെയ്യാം. ഒരു എമൗണ്ട് മീൻസ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാം. ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ അതിനെക്കുറിച്ച് ആ ഒരു ഇൻട്രസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു പെർസെൻറ്റേജ് ആയിരിക്കും കമ്പനി ചാർജ് ചെയ്യുക. ഇനി കമ്പനിയുടെ ആർട്ടിക്കിൾസ് അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇൻട്രസ്റ്റിൻ്റെ പെർസെൻറ്റേജിനെ കുറിച്ച് സൈലൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ 2013 കമ്പനീസ് ആക്ട് പ്രകാരം ഒരു പെർസെൻറ്റേജ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ടേബിൾ എഫ് പ്രകാരം ഒരു പെർസെൻറ്റേജ് പറയുന്നത്. അതായത് 10% അല്ലെങ്കിൽ അതിൽ കുറവോ 10% കൂടാത്ത ഒരു പെർസെൻറ്റേജ് എന്ത് ചെയ്യാം, കമ്പനിക്ക് ഇൻട്രസ്റ്റ് ആയിക്കൊണ്ട് ചാർജ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ഇനി അതിലെ എൻട്രീസ് ആണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇൻട്രസ്റ്റ് റെസീവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മാസത്തിനോ അല്ലെങ്കിൽ 2 മാസത്തിനോ ഷെയർ ഹോൾഡർ അടക്കാതിരിക്കുകയും പിന്നീട് അടക്കുകയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്ന എൻട്രിയാണ് ഫസ്റ്റ്. ഡ്യൂ ആകുക എന്ന്
പറഞ്ഞാൽ ആ ഷെയർ ഹോൾഡർ അടക്കാനുള്ള ഒരു ഇത് അടക്കാനുള്ളതായിട്ട് വരികയാണ്, ഡ്യൂ ആവുകയാണ്. ആ ഡ്യൂ ആവുന്ന സമയത്ത് എൻട്രി കാണിക്കുന്നത് സൺട്രി ഷെയർ ഹോൾഡർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ്. ഓക്കെ, സൺട്രി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണോ അടക്കാനുള്ള ആ ഷെയർ ഹോൾഡേഴ്സ്. സൺട്രി എന്നുള്ളതുകൊണ്ട് മീനിങ് ആക്കുന്നത് ഇപ്പോൾ ഒരു ഷെയർ ഹോൾഡർ മാത്രം ഒന്നും ആവില്ല എന്ത് ചെയ്യുക, പിന്നെ ഇൻട്രസ്റ്റ് അടക്കാനുണ്ടാവും. ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും. ആ ഒരു ഷെയർ ഹോൾഡേഴ്സിൻ്റെ കൂട്ടത്തെയാണ് നമ്മൾ സൺട്രി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പിന്നെ അടക്കാനുള്ള ഇൻട്രസ്റ്റ് അടക്കാനുള്ള ഷെയർ ഹോൾഡേഴ്സിനെയാണ് സൺട്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ. അത് ഡ്യൂ ആവുന്ന സമയത്താണ്. ഇനി പിന്നെ നെക്സ്റ്റ് അത് നമുക്ക് കിട്ടുന്ന ആ ഒരു ഇൻട്രസ്റ്റ് കിട്ടുന്ന സമയത്ത് എന്താണ് എൻട്രി കാണിക്കേണ്ടത് എന്നുള്ളതാണ്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു സൺട്രി ഷെയർ ഹോൾഡേഴ്സ്, ബാങ്കിലേക്കായിരിക്കും ആ ഇൻട്രസ്റ്റും കിട്ടുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു സൺട്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു. ഇനി നമുക്ക് ഇതൊരു പിന്നെ നമ്മുടെ ഷെയറിൻ്റെ പുറമെ കിട്ടുന്ന ഒരു എമൗണ്ടാണ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഷെയർ വിളിച്ചതിനേക്കാൾ കൂടുതലായിക്കൊണ്ട് കിട്ടുന്ന ഒരു എമൗണ്ടാണ്. അപ്പോൾ ഈ ഒരു എമൗണ്ടിന് നമ്മൾ നേരിട്ട് കൊണ്ട് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇത് പിന്നെ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റുന്നതിന് പകരം ഇത് നമുക്കൊരു പ്രോഫിറ്റാണ്, ഒരു അഡീഷണൽ ഇൻകമാണ്, അല്ലെങ്കിൽ കമ്പനിക്ക് കിട്ടുന്നൊരു ലാഭമാണ്, അല്ലെങ്കിൽ ഒരു ഇൻകമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ പിന്നെ നമ്മൾ നേരിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് മാറ്റുക. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇവിടെ കോൾസ് ഇൻ അഡ്വാൻസ് ആണ്. കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾസ് ഇൻ അരിയറിന് നേരെ ഓപ്പോസിറ്റാണ്. അതായത് കോള് വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഷെയർ ഹോൾഡേഴ്സ് കോൾസ് അടച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഫസ്റ്റ് കോൾ വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഷെയർ ഹോൾഡർ എന്ത് ചെയ്തു, അവരുടെ ഷെയർ അലോട്ട്മെൻറ്റ് കൊടുത്ത സമയത്ത്, അലോട്ട്മെൻറ്റ് മണി അടച്ച സമയത്ത് തന്നെ ഫസ്റ്റ് കോൾ മണി കൂടി എന്ത് ചെയ്യുകയാണ്, അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് നടത്തുകയാണ്. അങ്ങനെ അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് നടത്തുന്നതാണ് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് കോളോ അല്ലെങ്കിൽ പിന്നെ സെക്കൻഡ് കോളൊക്കെ വിളിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് തന്നെ അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് നടത്തുകയാണ്. അങ്ങനെയുള്ള പേയ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. കോൾസ് ഇൻ അഡ്വാൻസ് ഈസ് ദ റെസിപ്റ്റ് ഓഫ് എനി കോൾ മണി ഫ്രം എനി ഷെയർ ഹോൾഡർ ബിഫോർ പർട്ടിക്കുലർ കോൾ ഈസ് മെയ്ഡ്. ഒരു കോൾ മെയ്ഡ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ കോൾ നടത്തുന്നതിന് മുമ്പ് തന്നെ ഏതെങ്കിലും ഒരു ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സോ അവരുടെ കോൾ മണി എന്ത് ചെയ്യണം, അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിനെയാണ് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കമ്പനിക്ക് കോൾസ് ഇൻ അഡ്വാൻസ് കിട്ടുന്ന സമയത്ത് ഇവിടെ കമ്പനി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പിന്നെ കമ്പനിക്ക് കോൾസ് ഇൻ അഡ്വാൻസ് കിട്ടുന്ന സമയത്ത് കമ്പനി പിന്നെ അവരുടെ അക്കൗണ്ട്സിൽ കാണിക്കേണ്ടത് എങ്ങനെയാണ്, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, അതായത് ബാങ്കിലേക്കാണല്ലോ അഡ്വാൻസ് ആയിട്ട് കിട്ടുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, അവിടെ നമ്മൾ അവിടെ അഡ്വാൻസ് എന്നാണ് വരുന്നത്. അഡ്വാനി എന്നുള്ളതാണ് അവിടെ ടൈപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, കോൾസ് ഇൻ അഡ്വാൻസ് എന്നാണ് വരുന്നത്. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഫസ്റ്റ് എൻട്രി, അതായത് കോൾസ് ഇൻ അഡ്വാൻസ് കിട്ടുന്ന സമയത്ത് എൻട്രി കാണിക്കുന്നത്. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനൊരു കമ്പനിയുടെ ഷെയർ ഹോൾഡറാണ്. ഞാൻ എന്ത് ചെയ്തു, കമ്പനി അലോട്ട്മെൻറ്റ് മണി വിളിച്ച സമയത്ത് തന്നെ അലോട്ട്മെൻറ്റ് മണിയുടെ കൂടെ ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് കോൾ പേയ്മെൻറ്റ് നടത്തി. ഫസ്റ്റ് കോൾ പേയ്മെൻറ്റ് നടത്തുമ്പോൾ അലോട്ട്മെൻറ്റ് മണിയുടെ അത് അവിടെ എൻട്രി സാധാ പോലെ തന്നെ കാണിക്കും. പിന്നെ ഫസ്റ്റ് കോളിൻ്റെ എമൗണ്ട് കൂടി അടിച്ചത് കൊണ്ട് കമ്പനി എന്ത് ചെയ്യണം, ആ കോൾസ് ഇൻ അഡ്വാൻസ് ആയിട്ട് സെപ്പറേറ്റ് എൻട്രി കാണിക്കണം. അവിടെ സെപ്പറേറ്റ് എൻട്രി കാണിക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എത്രയാണോ അടച്ചിട്ടുള്ളത് ആ എമൗണ്ട് അവിടെ കാണിക്കും. പിന്നെ എന്ത് ചെയ്യും, കമ്പനി ഫസ്റ്റ് കോൾ വിളിച്ചിട്ട് ഫസ്റ്റ് കോൾ ഡ്യൂ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, ഞാൻ ഈ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ള അതിൻ്റെ സമയമാകുമ്പോൾ എന്ത് ചെയ്യും, അത് നേരെ ആ ഒരു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറും, അല്ലെങ്കിൽ ആ ഒരു കോൾ അക്കൗണ്ടിലേക്ക് മാറും. അതാണ് നെക്സ്റ്റ് കാണിക്കുന്നത്, കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കോൾ അക്കൗണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം ഞാൻ ഫസ്റ്റ് കോളായിരുന്നു നേരത്തെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് കൊണ്ട് ആ കോൾസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവും. ഓക്കെ, അത് ട്രാൻസ്ഫർ ആക്കാൻ വേണ്ടിയിട്ടുള്ള എൻട്രിയാണ് കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കോൾ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് ഒരു ലാബിലിറ്റിയാണ് ടിൽ ഇറ്റ് ബിക്കം ഡ്യൂ. അത് ഡ്യൂ ആവുന്നത് വരെ കമ്പനിക്ക് ഒരു ലാബിലിറ്റിയാണ്. അതായത് ഞാൻ മുൻകൂട്ടി കൊടുക്കുമ്പോൾ കമ്പനിക്ക് അതിൻ്റെ സമയമാകുന്നത് ഫസ്റ്റ് കോൾ ഡ്യൂ ആവുന്നത് വരെ കമ്പനി അതൊരു ലാബിലിറ്റി ആയിട്ടാണ് കാണിക്കുക. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ അതുവരെ ആ ഡ്യൂ ആവുന്നത് ഒരു കമ്പനി ലാബിലിറ്റി സൈഡിൽ, ബാലൻസ് ഷീറ്റ് ലാബിലിറ്റി സൈഡിലായിരിക്കും കാണിക്കുക. ലാബിലിറ്റി സൈഡിൽ
പിന്നെ അതർ കറണ്ട് ലാബിലിറ്റീസ് എന്നുള്ള ഹെഡ്, അതും കറണ്ട് ലാബിലിറ്റി എന്നുള്ള മെയിൻ ഹെഡിന് കീഴിൽ ഒരു അതർ കറണ്ട് ലാബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡ് ഉണ്ടായിരിക്കും. അതിൻ്റെ താഴെ ആണ് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഹെഡ് കാണിക്കുക. ബാലൻസ് ഷീറ്റ്, കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിലായിരിക്കും ഇത് കാണിക്കുക. അപ്പോൾ ഒന്നും കൂടി പറയാം, കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ കോൾ ഡ്യൂ ആവുന്നതിന് മുമ്പ് തന്നെ ഷെയർ ഹോൾഡേഴ്സ് പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിനെയാണ് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുക. കോൾസ് ഇൻ അഡ്വാൻസ് കൊടുക്കുന്ന സമയത്ത് കമ്പനി അവർ പിന്നെ ഒരു എൻട്രി പോസ്റ്റ് ചെയ്യും, ബാങ്ക് അക്കൗണ്ട് അപ് ടു കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എൻട്രി പോസ്റ്റ് ചെയ്യും. ഇനി ആ കോൾ ഒറിജിനലി ഡ്യൂ ആവുന്ന സമയത്ത്, ഫസ്റ്റ് കോൾ നമ്മൾ ഡ്യൂ ആവുന്ന സമയം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോളാണ് നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഫസ്റ്റ് കോൾ നമ്മൾ നേരത്തെ അലോട്ട്മെൻറ്റ് മണി കൂടെ അടച്ചു. പിന്നെ കമ്പനി ഫസ്റ്റ് കോൾ വിളിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ എമൗണ്ട് നേരെ ഫസ്റ്റ് കോളിലേക്ക് പോകും. അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ള എമൗണ്ട് ഡ്യൂ ആവും. അപ്പോൾ ആ എൻട്രി കാണിക്കുന്നതാണ് കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് അപ് ടു കോൾ അക്കൗണ്ട്. കോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് കോൾ അക്കൗണ്ടാണ്, നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ടു ഫസ്റ്റ് കോൾ അക്കൗണ്ടിലേക്കാണ് പോവുക. ഇനി നമ്മൾ പറയുന്നത് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് കമ്പനിക്ക് ലാബിലിറ്റി അൺടിൽ ഇറ്റ് ബിക്കംസ് ഡ്യൂ. അത് ഡ്യൂ ആവുന്നത് വരെ കമ്പനിക്ക് ഒരു ലാബിലിറ്റിയാണ്. ആ ലാബിലിറ്റി ആയിരിക്കുന്ന സമയത്ത് കമ്പനി ഈ കോൾസ് ഇൻ അഡ്വാൻസിനെ കാണിക്കുക കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ കറണ്ട് ലാബിലിറ്റീസ് എന്നുള്ള മെയിൻ ഹെഡിന് താഴെ വരുന്ന അതർ കറണ്ട് ലാബിലിറ്റീസിൽ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഈ ഒരു എമൗണ്ടിനെ കാണിക്കുക. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ്. കോൾസ് ഇൻ അരിയറിന് ഇൻട്രസ്റ്റ് ഉള്ള പോലെ തന്നെ കോൾസ് ഇൻ അഡ്വാൻസിനും ഇൻട്രസ്റ്റ് കിട്ടും. ഇവിടെ കോൾസ് ഇൻ അഡ്വാൻസിന് ഇൻട്രസ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ കമ്പനി ആ ഒരു ഷെയർ ഹോൾഡർക്ക് പേയ്മെൻറ്റ് നടത്തുകയാണ് വേണ്ടത്. അതായത് പിന്നെ ആരെങ്കിലും നേരത്തെ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അഡ്വാൻസിൻ്റെ മുകളിൽ എത്ര കാലമാണോ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ആ ഒരു പീരീഡിന് എന്ത് ചെയ്യേണ്ടി വരും, കമ്പനി പിന്നെ അതിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ആ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് എത്രയാണെന്ന് കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ 2013 കമ്പനീസ് ആക്ടിൻ്റെ പ്രകാരം അതിലെ ടേബിൾ എഫിൽ കൃത്യമായിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട് 12% അതിൽ കുറവോ ഒരു എമൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ അതിൽ കൂടാൻ പാടില്ല, നോട്ട് എക്സീഡിങ് 12% ആണ്. 12% ആയിരിക്കണം ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അതിൽ കുറവായിരിക്കണം ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. മാക്സിമം 12% അവിടെ പറ്റുള്ളൂ. എവിടെയും ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ കോൾസ് ഇൻ അഡ്വാൻസ് കൊടുത്ത സമയത്ത് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യും, ആ ഒരു ഇൻട്രസ്റ്റ് കിട്ടാൻ ഡ്യൂ ആവുന്ന സമയത്ത് ഉള്ളൊരു എൻട്രിയാണ് നമ്മൾ പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് അപ് ടു സൺട്രി ഷെയർ ഹോൾഡേഴ്സ്. ആ ഷെയർ ഹോൾഡർക്ക് ഡ്യൂ ആവുകയാണ്. ഇനി ഡ്യൂ ആവുന്ന സമയത്ത് ഇവിടെ നമ്മൾ കമ്പനി അങ്ങോട്ട് പേയ്മെൻറ്റ് നടത്താണ് ചെയ്യുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് നടത്തുമ്പോൾ ഫോർ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് എൻട്രി വരുന്നത് സൺട്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ എൻട്രി വരിക. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലമാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ കോൾസ് ഇൻ അരിയർ വരുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ വരുന്നുണ്ട്, കോൾസ് ഇൻ അഡ്വാൻസും വരുന്നുണ്ട്. ഓക്കെ, അതിന് മുമ്പായിക്കൊണ്ട് ഒരു സ്ലൈഡിൽ കോൾസ് ഇൻ അരിയറും കോൾസ് ഇൻ അഡ്വാൻസും തമ്മിൽ ഡിഫറൻസ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ കോൾസ് ഇൻ അരിയേഴ്സ് ആൻഡ് കോൾസ് ഇൻ അഡ്വാൻസ്. കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു. അതുകൊണ്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് കോൾസ് ഇൻ അരിയറും കോൾസ് ഇൻ അഡ്വാൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കോൾസ് ഇൻ അരിയറിൽ പറയുന്നത് ഇറ്റ് ഈസ് ദ എമൗണ്ട് കോൾഡ് അപ്പ് ബൈ ദി കമ്പനി ബട്ട് നോട്ട് പെയ്ഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ്. കോൾസ് ഇൻ അരിയർ എന്ന് പറഞ്ഞാൽ കമ്പനി കോൾഡ് അപ്പ് ചെയ്തതാണ്, പക്ഷേ എന്ത് ചെയ്തിട്ടില്ല, ഷെയർ ഹോൾഡേഴ്സിനെ കൊണ്ട് പേയ്മെൻറ്റ് നടത്താത്ത എമൗണ്ടാണ്. പക്ഷേ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ കമ്പനി കോൾഡ് അപ്പ് ചെയ്തിട്ടില്ല, പക്ഷേ എന്ത് ചെയ്തു, ഷെയർ ഹോൾഡേഴ്സ് പെയ്ഡ് ചെയ്തതാണ്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോൾസ് ഇൻ അരിയർ കമ്പനി വിളിച്ചിട്ടുണ്ട്, പക്ഷേ എന്ത് ചെയ്തിട്ടില്ല, ഷെയർ ഹോൾഡേഴ്സ് പേയ്മെൻറ്റ് നടത്തിയില്ല. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ കമ്പനി വിളിച്ചിട്ടില്ല, പക്ഷേ ഷെയർ ഹോൾഡേഴ്സ് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതിനാണ് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുക. രണ്ടാമത്തത് ഇറ്റ് ഈസ് ദ എമൗണ്ട് ഡ്യൂ ടു ദി കമ്പനി ഫ്രം ദി ഷെയർ ഹോൾഡേഴ്സ്. ഇതെന്ന് പറഞ്ഞാൽ കമ്പനി കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിയിലേക്ക് ഡ്യൂ ആയിട്ടുണ്ട്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഡ്യൂ ആയിട്ടുള്ള ഒരു എമൗണ്ടിനെയാണ് എന്ത് പറയുക, കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുക. അതായത് ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയിലേക്ക് അടക്കേണ്ട എമൗണ്ടിനെയാണ് നമ്മൾ ഇവിടെ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുക. ഇറ്റ് ഈസ് ദ കോൾസ് ഇൻ അഡ്വാൻസ് ഇറ്റ് ഈസ് ദ എമൗണ്ട് ഡ്യൂ ഫ്രം ദി കമ്പനി ടു ദി ഷെയർ ഹോൾഡേഴ്സ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്വാൻസ് ആയിട്ട് അടക്കുകയാണെങ്കിൽ കമ്പനി അത് ലാബിലിറ്റി ആയിട്ടാണ് കാണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാബിലിറ്റി ആയിട്ട് കാണിക്കുമ്പോൾ കമ്പനി ശരിക്കും അതൊരു അതിൻ്റെ ഷെയർ ഹോൾഡർക്ക് കൊടുക്കാനുള്ളതായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കമ്പനിയിൽ നിന്ന് ഷെയർ ഹോൾഡർക്ക് ഡ്യൂ ആയതാണ് കാണിക്കുക.
ഓക്കെ, കോൾസ് ഇൻ അരിയർ വരികയാണെങ്കിൽ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും കാണിക്കുക. നമ്മൾ ആ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടിരുന്നു, ഒരു ഡെബിറ്റ് ബാലൻസ് നമുക്ക് കാണാൻ പറ്റിയിരുന്നു. പക്ഷേ കോൾസ് ഇൻ അഡ്വാൻസ് വരികയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും കാണാൻ പറ്റുക. ഓക്കെ, കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും വരിക. കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും വരിക. പിന്നെ അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് പ്രൊവൈഡഡ് ഓൺ ഇറ്റ്സ് ആൻഡ് ഇൻകം ഫോർ ദി കമ്പനി. അതായത് കോൾ സിനാരിയറിൻ്റെ മുകളിൽ പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുകയാണ്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് വരികയാണെങ്കിൽ അത് കമ്പനിക്ക് ഒരു ഇൻകം ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതിൽ കോൾ സിനാരിയർ വരുത്തുന്നത് ഷെയർ ഹോൾഡേഴ്സാണ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയിലേക്കാണ് അതിൻ്റെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നടത്തേണ്ടത്. അപ്പോൾ അതൊരു ഇൻകം ആയിട്ടാണ് നമ്മളവിടെ ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ കോൾസ് ഇൻ അഡ്വാൻസിൻ്റെ കേസിൽ വരുന്നത് പിന്നെ അത് കമ്പനിയുടെ എക്സ്പെൻസ് ആയിട്ടാണ്. കാരണം അഡ്വാൻസ് ഷെയർ ഹോൾഡേഴ്സ് പേയ്മെൻറ്റ് നടത്തുമ്പോൾ ഇൻട്രസ്റ്റ് കമ്പനി ഷെയർ ഹോൾഡർക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതൊരു കമ്പനിക്ക് ഒരു എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. പിന്നെ അതേപോലെ നമ്മൾ പറഞ്ഞു പിന്നെ ടേബിൾ F പ്രകാരം മാക്സിമം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, കോൾസ് ഇൻ അരിയറിൻ്റെ മാക്സിമം റേറ്റ് എന്ന് പറയുന്നത് 10% ആണ്. പക്ഷേ കോൾസ് ഇൻ അഡ്വാൻസിൻ്റെ 12% പറയാനാണ്. വർഷത്തിലാണ് കേട്ടോ 10%. അതേപോലെ തന്നെ കോൾസ് ഇൻ അഡ്വാൻസിൻ്റെ കേസിൽ 12%. ഓക്കെ, പിന്നെ ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ഇറ്റ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം കോൾഡ് അപ്പ് ക്യാപിറ്റൽ അണ്ടർ സബ് ഹെഡ് ഇക്വിറ്റി അണ്ടർ മെയിൻ ഹെഡ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. ഓക്കെ, കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡ് ഉണ്ടായിരിക്കും. ആ ഹെഡിൻ്റെ കീഴിൽ ഒരു ഇക്വിറ്റി എന്ന് പറഞ്ഞൊരു ഹെഡ് ഉണ്ടാകും. അതിൽ പിന്നെ കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്ന് കോൾസ് ഇൻ അരിയേഴ്സ് കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ ലയബിലിറ്റി സൈഡിൽ കാണിക്കുള്ളൂ. കാരണം ആ എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടാത്തതുകൊണ്ട് തന്നെ കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്ന് കോൾസ് ഇൻ അരിയർ കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് ആയിരിക്കും പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ബാലൻസ് ഷീറ്റിൽ കാണിക്കുള്ളൂ. പിന്നെ മറ്റത് നമ്മൾ പറഞ്ഞു പിന്നെ കോൾസ് ഇൻ അഡ്വാൻസിൻ്റെ കേസിൽ ഇറ്റ് ഈസ് ഷോൺ ആസ് എ സെപ്പറേറ്റ് ഐറ്റം അണ്ടർ സബ് ഹെഡിങ് അതർ കറണ്ട് ലയബിലിറ്റീസ് അണ്ടർ ദി ഹെഡിങ് കറണ്ട് ലയബിലിറ്റീസ്. ലയബിലിറ്റി സൈഡിൽ തന്നെ കറണ്ട് ലയബിലിറ്റീസിൻ്റെ ഈ കോൾസ് ഇൻ അഡ്വാൻസ് കാണിക്കുന്നതാണ്. കോൾസ് ഇൻ അഡ്വാൻസ് എന്നുള്ളത് കാണിക്കുന്നത് നമ്മൾ കറണ്ട് ലയബിലിറ്റീസ് എന്നുള്ള ഹെഡിൻ്റെ താഴെ ഒരു അതർ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡ് ഉണ്ടായിരിക്കും. ആ ഹെഡിൻ്റെ താഴെ ആയിരിക്കും ഈ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞത് കാണിക്കുന്നത്. അപ്പോൾ കോൾസ് ഇൻ അരിയറും കോൾസ് ഇൻ അഡ്വാൻസും തമ്മിൽ ഡിഫറൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ ഇതാണ്: കേരള ലിമിറ്റഡ് വാസ് രജിസ്റ്റേർഡ് വിത്ത് എ നോമിനൽ ക്യാപിറ്റൽ ഓഫ് rupees 8 lakh ഡിവൈഡഡ് ഇൻറ്റു 8,000 ഷെയർസ് ഓഫ് 100 ഈച്ച്. കേരള ലിമിറ്റഡ് എന്ന് പറയുന്നത് അവരുടെ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ, നോമിനൽ ക്യാപിറ്റൽ എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ. 8 ലക്ഷം രൂപയാണ് അവരുടെ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ ആയിക്കൊണ്ട് വരുന്നത്, അല്ലെങ്കിൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആയിക്കൊണ്ട് വരുന്നത്. 8 ലക്ഷം രൂപ 8,000 ഷെയർസ് 100 രൂപയായിട്ടാണ് അവർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഔട്ട് ഓഫ് ദിസ് 5,000 ഷെയർസ് വർ ഇഷ്യൂഡ് ടു ദി പബ്ലിക്. ഈ 8,000 ഷെയറിൽ 5,000 ഷെയർ മാത്രമേ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. പേബിൾ ആസ് ₹25 ഓൺ ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ മണി ആയിക്കൊണ്ട് 25 രൂപയും അലോട്ട്മെൻറ്റ് മണി ആയിക്കൊണ്ട് 30 രൂപയും ഫസ്റ്റ് കോൾ ആയിക്കൊണ്ട് 20 രൂപയുമാണ് വിളിക്കുന്നത്. ആൻഡ് ബാലൻസ് ആഫ്റ്റർ 3 മന്ത്. ആഫ്റ്റർ 3 മാസത്തിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ സെക്കൻഡ് കോൾ വിളിക്കുന്നത്. നമ്മളവിടെ പറയുന്ന ഫസ്റ്റ് കോൾ 20 രൂപയാണ്, പിന്നെ ബാലൻസ് വരിക. അപ്പോൾ ബാലൻസ് എത്ര ഉണ്ടാവും? 25ഉം 30ഉം 55 രൂപ വന്നു ആപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ് മണിയും, പിന്നെ ഒരു 20 രൂപയും കൂടി വിളിച്ചു. അപ്പോൾ 75 രൂപയായി. ബാക്കി 25 രൂപ ഉണ്ടാവും. ആ 25 രൂപ 3 മാസത്തിന് ശേഷമാണ് വിളിക്കുക എന്ന് പറഞ്ഞു. ഓക്കെ, ആ 3 മാസം അവിടെ സമയം പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കോൾസ് ഇൻ അരിയർ വരികയാണെങ്കിൽ അല്ലെങ്കിൽ കോൾസ് ഇൻ അഡ്വാൻസ് വരികയാണെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ 3 മന്ത്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആപ്ലിക്കേഷൻ വേർ റിസീവ്ഡ് ഫോർ 4,000 ഷെയർസ്. ഓക്കെ, 5,000 ഷെയർസ് ഇഷ്യൂ ചെയ്തതിൽ കമ്പനിക്കാകെ ആപ്ലിക്കേഷൻ കിട്ടിയത് എന്തേ ഉള്ളൂ, 4,000 ഷെയർസിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ദ ഡയറക്ടേഴ്സ് മെയ്ഡ് ദ അലോട്ട്മെൻറ്റ് ഇൻ ഫുൾ. ഇവിടെ ഒരു അണ്ടർ സബ്സ്ക്രിപ്ഷനാണ് കേസ് വരുന്നത്. 5,000 ഷെയർ ഇഷ്യൂ ചെയ്തതിൽ പക്ഷേ കമ്പനിക്ക് കിട്ടിയത് ആകെ 4,000 ഷെയറിൽ ആപ്ലിക്കേഷനേ ഉള്ളൂ. അപ്പോൾ 5,000 ഷെയർ വിളിച്ചതുകൊണ്ട് തന്നെ 4,000 ഷെയർ കിട്ടിയത് ആ ഫുൾ ഷെയർസിന് എന്ത് ചെയ്തു, അലോട്ട്മെൻറ്റ് കൊടുത്തു. അപ്പോൾ ഇനി നമ്മൾ എമൗണ്ടുകളൊക്കെ കാണേണ്ടത് 4,000-ൻ്റെ മുകളിലാണ് എന്നാണ് നമ്മളവിടെ മീൻ ചെയ്തത്. ഓൾ മണി അപ് ടു അലോട്ട്മെൻറ്റ് മണി വെർ ഡ്യൂലി റിസീവ്ഡ്. അലോട്ട്മെൻറ്റ് മണി വരെ ഉള്ള എല്ലാ എമൗണ്ടും കമ്പനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായി കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അറ്റ് ദി ടൈം ഓഫ് ഫസ്റ്റ് കോളിൻ്റെ സമയത്ത് എ ഷെയർ ഹോൾഡർ ഓൺ 100 shares did not pay the first call but he paid it with final call. അതായത് നമ്മളവിടെ പറഞ്ഞ അലോട്ട്മെൻറ്റ് മണി വരെയുള്ള എല്ലാ എമൗണ്ടും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായി കൊണ്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് കോളിൻ്റെ സമയത്ത് ഒരു ഷെയർ ഹോൾഡർ, അയാളുടെ കയ്യിൽ 100 ഷെയർസ് ഉണ്ട്, ഡിഡ് നോട്ട് പേ ദ ഫസ്റ്റ് കോൾ. അയാൾ എന്ത് ചെയ്തില്ല, ഫസ്റ്റ് കോൾ മണി അടച്ചില്ല. പക്ഷേ അയാൾ എന്ത് ചെയ്തു, ഹീ പെയ്ഡ് ഇറ്റ് വിത്ത് ഫൈനൽ കോൾ.
അയാൾ അടച്ചത് എപ്പോഴാണ്? ഫൈനൽ കോൾ അടക്കുന്ന സമയത്താണ് അയാൾ ഫസ്റ്റ് കോൾ മണിയും ഫൈനൽ കോൾ മണിയും കൂടി ഒരുമിച്ചാണ് അടച്ചിട്ടുള്ളത്. ഓക്കെ. പിന്നെ അനദർ ഷെയർ ഹോൾഡർ ഹു വാസ് അലോട്ടഡ് 150 ഷെയർസ് പെയ്ഡ് ദം അപ്പ് ഇൻ ഫുൾ. അതായത് ഒരു ഷെയർ, മറ്റൊരു ഷെയർ ഹോൾഡർ, അയാളുടെ കയ്യിൽ 150 ഷെയർസ് ഉണ്ട്. അയാൾ എന്ത് ചെയ്തു? ഫസ്റ്റ് കോളിൻ്റെ സമയത്ത് തന്നെ മുഴുവൻ എമൗണ്ടും, അതായത് സെക്കൻഡ് കോളിൻ്റെ എമൗണ്ട് കൂടി എന്ത് ചെയ്തു? മുഴുവനായിട്ട് അടച്ചു എന്നുള്ളതാണ്. അനദർ ഷെയർ ഹോൾഡർ ഹു വാസ് അലോട്ടഡ് 150 ഷെയർസ് പെയ്ഡ് ദം അപ്പ് ഇൻ ഫുൾ. അയാൾ എന്ത് ചെയ്തു? ആ 150 ഷെയറിൻ്റെ സെക്കൻഡ് കോൾ മണി കൂടി എന്ത് ചെയ്തു? ഫസ്റ്റ് കോളിൻ്റെ കൂടെ അടച്ചു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? കോൾസ് ഇൻ അരിയറും വരുന്നുണ്ട്, അതേപോലെ കോൾസ് ഇൻ അഡ്വാൻസ് വരുന്നുണ്ട്. ഷോ ദ നെസസറി ജേണൽ എൻട്രീസ് ടു റെക്കോർഡ് എബോവ് ട്രാൻസാക്ഷൻ ആൻഡ് ഷോ ദ എൻട്രീസ് ഇൻ ദി ബാലൻസ് ഷീറ്റ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതിനനുസരിച്ചുള്ള ജേണൽ എൻട്രീസ് കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസറിലേക്ക് പോവുകയാണ്. ഫസ്റ്റത്തെ എൻട്രി എന്ന് പറഞ്ഞാൽ അപ്ലിക്കേഷൻ മണി കിട്ടുന്ന എൻട്രിയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്ലിക്കേഷൻ മണി കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരള ലിമിറ്റഡിൻ്റെ 8000 ഷെയറാണ്, 100 രൂപയുടെ 8000 ഷെയറാണ് അവരുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അതിൽ 5000 ഷെയർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? അവർ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഈ 5000 ഷെയർ പബ്ലിക് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. 4000 ഷെയർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? പബ്ലിക് ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ 4000 ഷെയറിൻ്റെ മുകളിലായിരിക്കും കമ്പനിക്ക് അപ്ലിക്കേഷൻ മണി കിട്ടുന്നത്. അതായത് 4000 ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ 4000 അപ്ലിക്കേഷൻ ലഭിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആ 4000 അവർ സ്വീകരിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ആ 4000 ഷെയറിൽ അപ്ലിക്കേഷൻ മണി കിട്ടും. 25 രൂപയായിരുന്നു കമ്പനിയുടെ അപ്ലിക്കേഷൻ മണി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ 25 × 4000 ചെയ്യുമ്പോൾ നമുക്ക് 1 lakh ആണ് അവിടെ വരിക. ബാങ്ക് അക്കൗണ്ട് അപ് ടു ഷെയർ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ എമൗണ്ട് കാണിച്ചു, 1 lakh എന്നുള്ള എമൗണ്ട് കാണിച്ചു. ഓക്കെ, നമ്മളവിടെ എഴുതി അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ഓൺ 4000 ഷെയർസ് അറ്റ് ₹25. അങ്ങനെ 1 lakh കിട്ടി. അങ്ങനെ നമ്മൾ കിട്ടിയ ആ എമൗണ്ടിന്, മുഴുവൻ എമൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യാണ്? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ്. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റുമ്പോൾ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അപ് ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ 1 lakh നമ്മൾ എന്ത് ചെയ്തു? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് രണ്ടാമത്തെ എൻട്രിയിൽ മാറ്റി. ഇനി മൂന്നാമത്തെ എൻട്രി എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് മണിയാണ്. അലോട്ട്മെൻറ്റ് മണിയിലും പ്രശ്നമൊന്നുമില്ല. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അലോട്ട്മെൻറ്റ് മണി വരെ മുഴുവൻ എമൗണ്ട് നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രശ്നമില്ല, നമ്മൾ മുഴുവൻ സാധാ ചെയ്യുന്ന പോലെ തന്നെ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആവുന്ന എൻട്രി കാണിക്കുകയാണ്. ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അലോട്ട്മെൻറ്റ് മണി 30 രൂപയാണ് വരുന്നത്. 4000 ഷെയറിന് 30 രൂപ എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടായിരിക്കും? 4000 × 30 1,20,000 ആണ് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ 1,20,000 അവിടെ കാണിച്ചു. പിന്നെ നെക്സ്റ്റ്, പിന്നെ അലോട്ട്മെൻറ്റ് മണി കിട്ടുന്ന സമയത്താണ് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ അലോട്ട്മെൻറ്റ്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ അലോട്ട്മെൻറ്റ് 1,20,000 എന്ന് പറഞ്ഞുകൊണ്ട് അലോട്ട്മെൻറ്റ് മണി കിട്ടുന്നതായിട്ട് നമ്മൾ കാണിച്ചു. ഇനി നെക്സ്റ്റ് ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, ഫസ്റ്റ് കോളിൻ്റെ സമയത്ത് ഒരു ഷെയർ ഹോൾഡർ, അയാൾക്ക് 100 ഷെയർസ് ഉണ്ട്, അയാൾ എന്ത് ചെയ്തിട്ടില്ല? ആ 100 ഷെയറിന് ഫസ്റ്റ് കോൾ അടച്ചിട്ടില്ല എന്ന് പറയും. പിന്നെ വേറൊന്ന് പറയുന്നുണ്ട്, മറ്റൊരു ഷെയർ ഹോൾഡർ അയാൾക്ക് 150 ഷെയർസ് ഉണ്ട് അയാളുടെ കയ്യിൽ, അയാൾ എന്ത് ചെയ്തു? സെക്കൻഡ് കോൾ കൂടി അടച്ചു എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഫസ്റ്റ് കോളായിട്ട് കൊണ്ട് നമ്മളോട് പറയുന്നത് 20 രൂപയാണ്. നെക്സ്റ്റ് സെക്കൻഡ് കോൾ എന്ന് പറയുന്നത് 25 രൂപയാണ്. അതായത് ഫസ്റ്റ് നമ്മൾ 25 രൂപ അപ്ലിക്കേഷന്, 30 രൂപ അലോട്ട്മെൻറ്റ്, 55 രൂപയായി. ഫസ്റ്റ് കോൾ 20 ആണ്, അപ്പോൾ 75 രൂപയായി. ബാക്കി ഇനി 25 രൂപയാണ് സെക്കൻഡ് കോൾ ആയിക്കൊണ്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ എൻട്രീസ് കാണിക്കണം? അത് ഡ്യൂ ആവുന്ന സമയത്ത്, ഫസ്റ്റ് കോൾ ഡ്യൂ ആവുന്ന സമയത്തുള്ള എൻട്രിയിൽ മാറ്റമൊന്നുമില്ല, സെയിം എൻട്രി തന്നെയാണ് കാണിക്കേണ്ടത്. ഫസ്റ്റ് കോൾ ഡ്യൂ ആവുന്ന സമയത്ത് ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് അപ് ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് കോളിൻ്റെ എമൗണ്ട് നമുക്കറിയാം 20 രൂപയാണ്. 4000 ഷെയറിന് 4000 × 20 80,000 എന്ന് കാണിച്ചു. ഓക്കെ. ഇനിയാണ് നമുക്ക് ഡിഫറൻസ് വരുന്നത്, അല്ലെങ്കിൽ എമൗണ്ടിൽ വ്യത്യാസം വരുന്നത്. അവിടെ ഇനി ഫസ്റ്റ് കോൾ മണി കിട്ടുന്ന സമയത്താണ്. ഫസ്റ്റ് കോൾ മണി കിട്ടുന്ന സമയത്ത് നമ്മൾ കാണിക്കേണ്ടത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഫസ്റ്റ് കോൾ അക്കൗണ്ട് ടു കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് എന്നുള്ളതാണ്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കോൾസ് ഇൻ അരിയർ വരുന്നുണ്ട്, അതേപോലെ തന്നെ കോൾസ് ഇൻ അഡ്വാൻസ് വരുന്നുണ്ട്. നമ്മളിവിടെ കോൾസ് ഇൻ അരിയറിന് സെപ്പറേറ്റ് അക്കൗണ്ട് കീപ്പ് ചെയ്യാത്തതുകൊണ്ട് തന്നെ കോൾസ് ഇൻ അരിയർ എന്നുള്ളത് നമ്മളവിടെ എന്ത് ചെയ്യുന്നില്ല? കാണിക്കുന്നില്ല. വേണമെങ്കിൽ കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് കീപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ കോൾസ് ഇൻ അരിയർ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യായിരുന്നു? കാണിക്കായിരുന്നു. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? യൂണിവേഴ്സിറ്റി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാതെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല? അവിടെ കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് നമ്മൾ സെപ്പറേറ്റ് കാണിക്കുന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ബാങ്കിലേക്ക് നമുക്ക് എത്ര എമൗണ്ടാണ് വരിക എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ 4000 ഷെയർസാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ പിന്നെ ഈ 4000 ഷെയറിൻ്റെ മുകളിൽ നമുക്ക് ശരിക്കും എന്തായിരുന്നു? കിട്ടണമായിരുന്നു. പക്ഷേ നമ്മളോട് പറയുന്നത് 100 ഷെയർസിന് എന്ത് ചെയ്യുന്നില്ല? ഫസ്റ്റ് കോൾ അടക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളവിടെ ഫസ്റ്റ് കോൾ ആയിക്കൊണ്ട് പിന്നെ 3900, ഓക്കെ, 3900 × 20, അത് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ,
അതായത് ഫസ്റ്റ് കോൾ മണി കിട്ടുകയാണ്. ഫസ്റ്റ് കോൾ മണി പിന്നെ നമുക്ക് 100 ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നില്ല. 4000 ഉള്ളതിൽ 100 കിട്ടില്ല. അപ്പോൾ ബാക്കി 3900 ഉള്ളൂ. അപ്പോൾ 3900 ഇൻറ്റു 20 നമ്മൾ കണ്ടു. അപ്പോൾ അതിനൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ടാവും. പ്ലസ് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡ് കോളിൽ ഒരു 25 രൂപയാണ് നമുക്കറിയാം. അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 25 രൂപയാണ്. അങ്ങനെ ഒരു 150 ഷെയർസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് കോളിൻ്റെ കൂടെ തന്നെ അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എമൗണ്ട് കൂടി എന്ത് ചെയ്യണം, ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ 3900 ഇൻറ്റു 20 പ്ലസ് 150 ഷെയറിൻ്റെ മുകളിൽ 25 രൂപ അതുകൂടി ആയിരിക്കും എന്ത് ചെയ്യുക, ബാങ്കിലേക്ക് വരിക. അപ്പോൾ അവിടെ ടോട്ടൽ 81,750 വരും. ഓക്കെ, 81,750 നമുക്ക് അവിടെ കാണാം. 3900 ഇൻറ്റു 20 പ്ലസ് 150 ഇൻറ്റു 25. ഈ 150 ഇൻറ്റു 25 എന്ന് പറയുന്നത് നമ്മളവിടെ കണ്ടിരുന്നു. അനദർ ഷെയർ ഹോൾഡർ, അയാളുടെ കയ്യിൽ 150 ഷെയർ ഉണ്ട്. അയാൾ എന്ത് ചെയ്തു, ഫസ്റ്റ് കോളിൻ്റെ കൂടെ തന്നെ സെക്കൻഡ് കോളും അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് നടത്തി എന്നുള്ളതുകൊണ്ടാണ് അവിടെ 150 ഇൻറ്റു 25 വരുന്നത്. ബാങ്കിലേക്ക് എന്ത് ചെയ്തു, 81,750 രൂപ വന്നു. ഈ 81,750 രൂപ മുഴുവനായിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ടിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളവിടെ താഴെ ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ടിലേക്ക് നമുക്ക് പോകുന്നത് എത്രയാണെന്ന് നോക്കാം. ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ടിലേക്ക് എത്രയേ പോവുള്ളൂ, 4000 ഷെയർ ഉള്ളത് 3900 ഷെയറിനല്ലേ അവിടെ നമുക്ക് ഫസ്റ്റ് കോൾ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ 3900 ഇൻറ്റു 20 നമ്മൾ എന്ത് ചെയ്തു, അവിടെ കാണിച്ചു. അതായത് 78,000 രൂപയാണ് ഫസ്റ്റ് കോളിലേക്ക് പോയിട്ടുള്ളത്. ബാക്കി 3750 അത് നമുക്ക് എന്ത് കിട്ടിയാണ്, കോൾസിൻ അഡ്വാൻസ് ആയിട്ട് കിട്ടിയതാണ്. ആ കോൾസിൻ അഡ്വാൻസ് നമ്മൾ എന്ത് ചെയ്തു, കോൾസിൻ അഡ്വാൻസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. അവിടെ നമുക്ക് കോൾസിൻ അഡ്വാൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 150 ഇൻറ്റു 25 അവിടെ കാണാം. ഓക്കെ, ഇങ്ങനെയാണ് എൻട്രി വരുന്നത്. ഇനി നെക്സ്റ്റ് എൻട്രി എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളാണ്. സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ ഡ്യൂ ആവുന്ന എൻട്രിയാണ്. സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ ഡ്യൂ ആവുന്ന സമയത്ത് ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ, അവിടെ എൻട്രിക്ക് മാറ്റമൊന്നുമില്ല. 4000 ഷെയറിന് 25 രൂപ വെച്ചിട്ടാണ് ഡ്യൂ ആവുന്നത്. ഡ്യൂ ആവുന്ന സമയത്തുള്ള എൻട്രി നമ്മൾ എന്ത് ചെയ്തു, അവിടെ കാണിച്ചു. 1,00,000 രൂപ ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഡ്യൂ ആവുന്നത്. 4000 ഷെയറിന് 25 രൂപ, 1,00,000 ഡ്യൂ ആവുന്നത്. ഇനി അവിടെ ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിന് അവിടെ എമൗണ്ട് കിട്ടുന്ന ഇത് എത്രയാണെന്ന് നോക്കണം. ബാങ്കിലേക്ക് കിട്ടുക നമുക്കറിയാം, നേരത്തെ നമുക്ക് 150 ഷെയറിന് ഓൾറെഡി കിട്ടിയത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട, അതിൻ്റെ എൻട്രി നമ്മൾ പിന്നെ അതിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യില്ല, നമ്മളെ ബാങ്കിലേക്ക് കിട്ടില്ല. പകരം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നേരെ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഫസ്റ്റ് കോൾ അക്കൗണ്ട് ടു സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്ത് അവിടെ എൻട്രി കാണിച്ചില്ല. അവിടെ ടു ഫസ്റ്റ് കോൾ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു എമൗണ്ട് കാണാം. ആ എമൗണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് കോൾ അക്കൗണ്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഷെയർ ഹോൾഡർ, അയാൾക്ക് 100 ഷെയർ ഉണ്ട്. അയാൾ എന്ത് ചെയ്യുന്നില്ല, ഫസ്റ്റ് കോളിൻ്റെ സമയത്ത് അടക്കുന്നില്ല. പകരം എപ്പോഴാണ് അടക്കുന്നത്, സെക്കൻഡ് കോളിൻ്റെ സമയത്ത് അടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എൻട്രിയാണ് ടു ഫസ്റ്റ് കോൾ എന്ന് പറയുന്നത്. ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നത് 3850 ഇൻറ്റു 25 പിന്നെ 100 ഇൻറ്റു 20 ആണ്. ആ 3850 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4000 ഷെയർ ഉള്ളതിൽ 150 നമുക്ക് ഫസ്റ്റ് കോളിൻ്റെ സമയത്ത് തന്നെ കിട്ടി. ഇനി അപ്പോൾ ബാക്കി 3850 മാത്രമേ ഇനി കിട്ടാനുണ്ടാവുള്ളൂ. അപ്പോൾ ആ 3850 ഇൻറ്റു 25 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കോളിൻ്റെ എമൗണ്ട്. 3850 ഇൻറ്റു 25 പ്ലസ് 100 ഇൻറ്റു 20. 100 എന്ന് പറയുന്നത് 100 ഷെയർ ഹോൾഡർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് കോളിൻ്റെ സമയത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഷെയർ ഹോൾഡറുടെ കയ്യിൽ 100 ഷെയർ ഉണ്ട്. അയാൾ എന്ത് ചെയ്തില്ല, ഫസ്റ്റ് കോൾ അതിൻ്റെ സമയത്ത് അടക്കില്ല. പക്ഷേ അയാൾ എപ്പോഴും അടക്കുന്നത് സെക്കൻഡ് കോളിൻ്റെ സമയത്താണ് ആ ഒരു എമൗണ്ട് അടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു 100 ഷെയറിൻ്റെ 20 രൂപയും കൂടി, അപ്പോൾ ടോട്ടൽ 98,250 എന്ത് ചെയ്തു, ബാങ്കിലേക്ക് വന്നു. ആ ബാങ്കിലേക്ക് വന്നതിൽ ഫസ്റ്റ് കോൾ അക്കൗണ്ടിലേക്ക് എത്ര പോയി, 100 ഇൻറ്റു 20 പോയി. അതായത് ഫസ്റ്റ് കോളിൻ്റെ സമയത്ത് കിട്ടേണ്ടതായിരുന്നു, പക്ഷേ സെക്കൻഡ് കോളിൻ്റെ സമയത്ത് കിട്ടിയത് കൊണ്ട് അത് ഇപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടു ഫസ്റ്റ് കോൾ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിന്നെ ടു സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള എമൗണ്ടിനെ എന്ത് ചെയ്തു, നമ്മൾ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. ഇനി അവിടെ നമുക്ക് പക്ഷേ ആ ഒരു എമൗണ്ട് കൊണ്ട് എന്തായില്ല, നമുക്ക് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ടിൻ്റെ ഫുള്ളാവും ഇല്ലല്ലോ. അവിടെ 96,250 രൂപ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിലേക്ക് എത്തിയിട്ടുള്ളൂ. ശരിക്കും എത്ര കിട്ടണമായിരുന്നു, 1,00,000 കിട്ടണ്ടേ. ബാക്കി 3,750 രൂപയുടെ കുറവുണ്ട്. ആ 3,750 രൂപ നമുക്ക് ഓൾറെഡി കിട്ടിയതാണല്ലോ. ആ 3,750 രൂപ ഇപ്പോൾ എവിടെയാണുള്ളത്, കോൾസിന് അഡ്വാൻസ് അക്കൗണ്ടിലാണുള്ളത്. അപ്പോൾ ആ കോൾസിന് അഡ്വാൻസ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരണം. അതിന് എൻട്രിയാണ് കോൾസിന് അഡ്വാൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം,
ആ എൻട്രി അവിടെ കാണിക്കുകയാണ്. അപ്പോൾ അതാണ് അവിടെ 3750 മൂന്നാമത്തെ എൻട്രി ആയിട്ട് ഇവിടെ കാണുന്നത്. കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ എന്ന് പറഞ്ഞുകൊണ്ട് 3750 രൂപ അവിടെ കാണിച്ചു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഇൻട്രസ്റ്റിൻ്റെ ആണ്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാനുണ്ട്, ഒരാൾക്ക് ഇൻട്രസ്റ്റ് കിട്ടാനുണ്ട് ഒരാളുടെ അടുത്ത് നിന്ന്. അതായത് ഒരാൾ കോൾസ് ഇൻ അരിയർ വരുത്തിയിട്ടുണ്ട്, 100 ഷെയറിന് കോൾസ് ഇൻ അരിയർ വരുത്തിയിട്ടുണ്ട്. എത്ര എമൗണ്ട് വന്നു? 100 ഷെയറിന് 20 രൂപ വെച്ചിട്ട് 2000 രൂപയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 2000ൻ്റെ മുകളിൽ നമ്മളോട് പറഞ്ഞ ഒരു ടേബിൾ എഫ് പ്രകാരം 10% ആയിരിക്കും അതിൻ്റെ ഇൻട്രസ്റ്റ് വരിക. അപ്പോൾ 2000 × 10% 200 രൂപയാണ് നമുക്ക് ഇൻട്രസ്റ്റ് വരിക. പക്ഷേ 200 രൂപ ഒരു വർഷത്തിനാണ്. പക്ഷേ ഇവിടെ എത്ര മാസം മാത്രമേ ഉള്ളൂ? 3 മാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് 3 മാസത്തിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എമൗണ്ട് അറിയാം, 2000 രൂപയാണ്. 100 ഷെയറിന് 20 രൂപ വെച്ചിട്ട് 2000 രൂപയാണ് അയാൾ കോൾസ് ഇൻ അരിയർ വരുത്തിയത്. അപ്പോൾ 2000 ഇൻറ്റു അതിൻ്റെ 10%, അപ്പോൾ എത്ര വരും? 2000 × 10% വരുമ്പോൾ 200 രൂപ എന്ന് വരും. ഈ 200 രൂപ നമ്മൾ എത്ര സമയം മാത്രമേ അയാൾ കോൾസ് ഇൻ അരിയർ വരുത്തിയിട്ടുള്ളൂ? 3 മാസം മാത്രമേ വരുത്തിയിട്ടുള്ളൂ. ഒരു വർഷം വരുത്തിയാലാണ് 200 രൂപ കിട്ടുക. ഇവിടെ പക്ഷേ 3 മാസം വരുത്തിയിട്ടുള്ളൂ. അപ്പോൾ 200 ഇൻറ്റു 3/12 ചെയ്താൽ മതി. 12 മാസത്തിൽ 3 മാസം മാത്രം, അതാണ് 3/12 ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 50 ആയിരിക്കും അവിടെ എമൗണ്ട് കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അവിടെ ഡ്യൂ ആവുന്ന എൻട്രിയാണ് നമ്മൾ നേരെ കാണിച്ചിട്ടുള്ളത്. സൺട്രി ഷെയർ ഹോൾഡർ എന്ന് കാണിക്കുക, അല്ലെങ്കിൽ സൺട്രി മെമ്പേഴ്സ് അക്കൗണ്ട് എന്ന് കാണിക്കുക. സൺട്രി ഷെയർ ഹോൾഡേഴ്സ് എന്ന് കാണിച്ചാൽ മതി. സൺട്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ 50 രൂപ എന്ന് കാണിച്ചു. ഇവിടെ ഡ്യൂ ആയ എൻട്രി മാത്രമേ കാണിച്ചു, നമ്മൾ കിട്ടുന്ന എൻട്രി കാണിച്ചിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് കോൾസ് ഇൻ അഡ്വാൻസിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നതാണ്. അവിടെ നമുക്ക് ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നത് ഇങ്ങനെ കാണിക്കാം. ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് അപ് ടു സൺട്രി ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ സൺട്രി മെമ്പേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ എമൗണ്ട് വരും 3750 രൂപയായിരുന്നു നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടിയത്. നമുക്ക് ഇവിടെ ഈ ഒരു എൻട്രിയിൽ കാണാം, ലാസ്റ്റ് ഇത് ഇവിടുത്തെ ഈ ഒരു സ്ലൈഡിൽ ലാസ്റ്റ് എൻട്രിയിൽ കാണാം 3750 രൂപയാണ് കോൾസ് ഇൻ അഡ്വാൻസ് ആയിട്ട് കിട്ടിയത്. ആ കോൾസ് ഇൻ അഡ്വാൻസ് ആയിട്ട് 3 മാസം തന്നെയാണ് കാലാവധി. അതായത് ഫസ്റ്റ് കോളിൻ്റെ സമയത്താണ് കിട്ടിയത്, സെക്കൻഡ് കോളിൻ്റെ സമയത്താണ് ഡ്യൂ ആയത്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 3 മാസമാണ്. അപ്പോൾ 3 മാസത്തിന് നമ്മൾ അവിടെ 12% വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ആ 3750 × 12% ആദ്യം ചെയ്യും. അപ്പോൾ അതിനൊരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ടിനെ നമ്മൾ ഇൻറ്റു 3/12 ചെയ്യണം. 3/12 ചെയ്യുന്നത് അതിന് 3 മാസത്തേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് 112.5 രൂപയായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക അവിടെ കിട്ടുക. അതാണ് നമ്മൾ ആ രണ്ട് കാണിച്ചിട്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ എന്ത് ചെയ്യുക കോൾസ് ഇൻ അരിയറും കോൾസ് ഇൻ അഡ്വാൻസ് വന്നു കഴിഞ്ഞാൽ കിട്ടുക. ഓക്കെ, താങ്ക് യു.